ഹായ് ഗായ്സ്, ദിസ് അഖിൽ ഫ്രം മെഡ്ബലം. ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോഫിറ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി, നമ്മളിപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂറൊക്കെ കുറേ നേരം വർക്കൗട്ട് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് എന്നും ഷോ അപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഏതൊരു പ്രൊഫഷനും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രേഡിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഫുൾ ടൈം ചാർട്ടിൽ നോക്കിയിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിലും എത്രയോ നല്ലതാണ് ഒരു 2-3 hours മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കൂടി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെയിലി ഷോ അപ്പ് ചെയ്യാനുള്ള ഒരു ഡ്രൈവും ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും പാർട്ട് ടൈം ആയിട്ട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് കണ്ട് റാൻഡം ആയിട്ട് കുറേ അധികം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ തന്നെയുള്ള ആ ഒരു ഫെയിലിയർ സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. സോ ഇതെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫുൾ ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർ കോമൺലി വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് വർക്കിന്റെ ഇടയിൽ ചാർട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നോക്കുക, കുറേ അധികം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡേ ട്രേഡിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ചിന്തിച്ചോ, എല്ലാവരും വിചാരിക്കുന്ന കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം, കുറേ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5 minute ക്യാൻഡിൽസ് അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡ്സ് ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ഓരോ 5 മിനിറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലെവൽസിൽ എത്തുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും. സോ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ വർക്കിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ മനസ്സിലാക്കി ടൈം അവൈലബിലിറ്റി ഒക്കെ നോക്കിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരു 3 ട്രേഡിംഗ് സ്റ്റൈലാണ് എനിക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്. നിങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ പോകുന്നു, കൃത്യമായിട്ട് ഓരോ പെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ ഓരോ ലെവൽസ് മാർക്ക് ചെയ്യുന്നു. ആ ലെവൽസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ഒരു 2-3 ഡേയ്സിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ബേസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കാരണം ഫുൾ ടൈം ഡേ ട്രേഡിംഗ് സമയത്ത് ചെയ്യുന്നത് പോലെ നിങ്ങൾ വർക്കിന്റെ സമയത്ത് മാർക്കറ്റിനെ നോക്കിക്കൊണ്ട് കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ആണ് സെഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി, അതായത് മോർണിംഗിൽ ലണ്ടൻ സെഷൻ നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ 12:30 PM മുതൽ ഒരു 3:30 PM വരെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു ലണ്ടൻ സെഷനിൽ ഏറ്റവും കൂടുതൽ വോളിയം സ്പൈക്ക് വരുന്ന നിങ്ങളുടെ ലഞ്ച് ടൈമിൽ ഒരു 1 hour അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ ജോബ് കഴിഞ്ഞതിന് ശേഷം ഒരു 1 hour ന്യൂയോർക്ക് സെഷനിൽ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം മാത്രം നോക്കിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് ട്രേഡ്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വണ്ണാണ് സെറ്റ് ആൻഡ് ഫോർഗെറ്റ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ എറേഴ്സ് ഭയങ്കര കുറവായിരിക്കും. കാരണം നമ്മളവിടെ ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് മാത്രമാണ് ചാർട്ടിലേക്ക് വരുന്നത്. നിങ്ങളൊരു ടാർഗറ്റ് പ്രൈസും എൻട്രി പ്രൈസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചാർട്ടിൽ വരുന്നു, എന്താണ് നിങ്ങൾ ആ ഒരു എൻട്രി പ്രൈസിൽ എത്തുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്താണോ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അനാലിസിസ് അത് ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതിനുശേഷം ആ ഒരു ട്രേഡിന്റെ ഔട്ട്കം എന്താണ് എന്നുള്ള കാര്യം either സ്റ്റോപ്പ് ലോസ് ഓർ ടാർഗറ്റ് പ്രൈസ് വരെയും നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. ഒരുപാട് ഇമോഷൻസ് ഇല്ലാതെ തന്നെ അത് റൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ്, ജോബുള്ള സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട പ്രിപ്പറേഷൻസ് ആൻഡ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം തന്നെ ചെയ്യേണ്ടത് എപ്പോഴാണ് നിങ്ങൾ വീക്ക്ലി വൺസ് ഇൻഡെപ്ത് ആയിട്ട് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കണം. അതായത് either സാറ്റർഡേ ഓർ സൺഡേ നിങ്ങൾ കുറച്ചധികം സ്പെൻഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറീസ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് കുറേ അധികം സമയം എല്ലാ ദിവസവും മാർക്കറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ലെവൽസ് ഒക്കെ ഓൾറെഡി പ്ലോട്ടഡ് ആണ്. നെക്സ്റ്റ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു നരേറ്റീവ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബിൽഡ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ഫിക്സ് എ റുട്ടീൻ. ഒരു റുട്ടീനും ഡിസിപ്ലിനും ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണ് അനാലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നേരത്തെ ബിൽഡ് ചെയ്ത് വെക്കുക. ഇതില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ തോന്നിയ സമയത്ത് എല്ലാം മാർക്കറ്റിൽ വരും, ആ തോന്നുന്ന സമയത്തൊക്കെ കുറേ എൻട്രീസ് എടുക്കും. ഇത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇമോഷണൽ ഇഷ്യൂസ് കൂടാനും അതോടൊപ്പം തന്നെ കുറച്ചധികം ലോസസ് വരാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രേഡിങ്ങിലാണെങ്കിൽ പോലും നിങ്ങളുടെ വർക്കിലാണെങ്കിൽ പോലും ഓവർലോഡ് നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമുക്ക് കുറേ അധികം വർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ അധികം പെയേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ അധികം കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കുറേ അധികം ഐഡിയാസ് നമുക്കുണ്ടാവും. ഈ ഐഡിയാസിൽ ഏതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, ഈ ഒരു സിനാരിയോയ്ക്ക് അനുസരിച്ച് എന്താണ് അവിടെ ഹാപ്പൻ ആവുന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും.
അതുകൊണ്ട് തന്നെ ഫോറക്സിലാണെങ്കിലും സ്റ്റോക്സിലാണെങ്കിലും ഒരു 2-3 സ്റ്റോക്സ് അല്ലെങ്കിൽ പെയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കൺസിസ്റ്റന്റ്ലി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിലൊന്ന് മാസ്റ്റർ ആയതിനു ശേഷം നെക്സ്റ്റ് പെയേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസി ഗെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം നെക്സ്റ്റ് പെയേഴ്സിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ടെക്നോളജീസ് മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ ടെക്നോളജീസ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ട്രേഡിംഗ് വ്യൂലുള്ള അലേർട്ട് സിസ്റ്റം. നിങ്ങളൊരു പെയറിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയോ എന്ന് കണ്ടിന്യൂസ്ലി നോക്കിയിരിക്കാതെ ജസ്റ്റ് അവിടെ ഒരു അലേർട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു പ്രൈസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ അലേർട്ട് തരും. സോ ഇത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റെപ്സ് അത് എൻട്രിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാനോ ടാർഗറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കോമൺലി വരുത്താൻ ചാൻസ് ഉള്ള ഒരു 3 മിസ്റ്റേക്സ് ആണ്. ഈ ഒരു 3 മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് പ്രോഫിറ്റബിൾ 5% ട്രേഡേഴ്സിൽ നിങ്ങൾക്കും ഇൻക്ലൂഡ് ആവാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. കുറേ അധികം ട്രേഡ്സ് അല്ലെങ്കിൽ കുറേ അധികം ഐഡിയാസ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് ഏത് ട്രേഡ് എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തോട്ട് നമുക്ക് വരും. അപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ആദ്യം തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഇമോഷണൽ എറേഴ്സിനുള്ള റൂം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഈ ഒരു ഇമോഷണൽ എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തുക. ഒരിക്കലും ഒരു ദിവസം തന്നെ എത്ര ട്രേഡ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എത്രയാണ് നിങ്ങളുടെ റിസ്ക് എലമെന്റ് അല്ലെങ്കിൽ ലോസ് ലിമിറ്റ് എന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. അതിനുശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ്സിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വർക്കിന്റെ ഇടയിൽ ട്രേഡ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം സോഴ്സ് ആണ്. അപ്പം പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകത്തെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അതല്ലാതെ വർക്കിന്റെ ഇടയിൽ നിങ്ങൾ ഓവർലോഡ് വരുത്തുകയും കുറേയധികം ട്രേഡ്സിലേക്കൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിലും പണി കിട്ടും, അതോടൊപ്പം തന്നെ ട്രേഡ്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ കറക്റ്റായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു റുട്ടീൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് വേണം ബിൽഡ് എ റുട്ടീൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പെയിൻ ഓഫ് റിഗ്രറ്റ് ഈസ് മോർ ദാൻ പെയിൻ ഓഫ് ഡിസിപ്ലിൻ. അതായത് നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്ക സമയത്ത്. പക്ഷെ നമ്മൾ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസിന്റെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തോ കറക്റ്റായിട്ട് കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നുമില്ലാതെ പ്ലാനും കാര്യങ്ങളും ഇല്ലാതെ മാർക്കറ്റിലേക്ക് വരുന്നു, തോന്നിയ സമയത്ത് എൻട്രി എടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരാം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളും ചിലപ്പോൾ ഇതിനെ ഇമ്പാക്ട് ചെയ്യാം. സോ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ കൊണ്ടുവരിക, ആ പ്ലാനിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡെവലപ്പിന്റെ 2 months ലൈവ് മെന്റർഷിപ്പ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. സോ ഇതുപോലെയുള്ള മാർക്കറ്റിന്റെ ഐഡിയാസും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങളും ട്രേഡിങ്ങിൽ എങ്ങനെയൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.